അഞ്ചാമത്തെ സിറ്റുവേഷൻ, ഈ ഒബ്ജക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത്, നിങ്ങൾ ഓർക്കണേ, ഏറ്റവും ആദ്യം അങ്ങ് ഇൻഫിനിറ്റി കൊണ്ടുവന്നു, പിന്നെ കർവേച്ചറിൻ്റെ അടുത്ത് വെച്ചു, ദെൻ കർവേച്ചറിൽ വെച്ചു. ഇനി അതിൻ്റെ അടുത്ത പോയിന്റ് ഏതാ? ദാറ്റ് ബിറ്റ്വീൻ സി ആൻഡ് എഫ്. ഈ സിക്കും എഫിനും ഇടയിലാണ് കൊണ്ടുവച്ചേക്കുന്നത്. സിക്കും എഫിനും ഇടയിൽ ഒബ്ജക്റ്റ് കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഇവിടെയും ഈ പറയുന്ന റിഫ്ലക്ഷൻ ഒക്കെ സംഭവിച്ചു. സി ഇവിടെ സിക്കും എഫിനും ഇടയിലാണ് ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ ഇവിടെ റിഫ്ലക്ഷൻ സംഭവിക്കുന്നു. റിഫ്ലക്ഷൻ റേ ഓഫ് ലൈറ്റ്സ് കൂട്ടിമുട്ടുന്ന പോയിന്റ് ഏതാ? റിഫ്ലക്ട് ചെയ്ത് കൂട്ടിമുട്ടുന്ന പോയിന്റിലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. സോ ആ പോയിന്റ് എവിടെയായിരിക്കും? ബിയോണ്ട് സിയിലായിരിക്കാം ഈ പറയുന്ന ഇമേജ് നമുക്ക് കിട്ടുന്നത്. ആൻഡ് റിയൽ ഇമേജ് ആണ്, ഇൻവേർട്ടഡ് ആണ്, അതേപോലെ തന്നെ എൻലാർജ്ഡ് ആണ്. ഈ സൈസ് കുറച്ചും കൂടെ വലുതായിട്ടായിരിക്കും നമുക്ക് സിക്കും എഫിനും ഇടയിൽ ഒരു ഒബ്ജക്റ്റ് വെച്ചാൽ കിട്ടുന്നത്, വലുതായിട്ടായിരിക്കും കിട്ടുന്നത്. അഞ്ചാമത്തെ സിറ്റുവേഷൻ, ഈ ഒബ്ജക്റ്റ് ഇനി അടുത്തത് എഫിലേക്കാണ്. സിയിൽ വന്നു, സിയുടെ എഫിന്റെ ഇടയിൽ വന്നു, ഇനി എഫിലേക്കാണെങ്കിലും ഇവിടെ തന്നെ ഈ ഇമേജ് ഈ ഇവിടെ നിന്നും റേ ഓഫ് ഇൻസിഡന്റ് റേ വരുന്നു, റിഫ്ലക്ട് ചെയ്യുന്നു. ഓക്കെ, അതേപോലെ തന്നെ റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഇവിടെ റിയൽ ആയിരിക്കാം, ഇൻവേർട്ടഡ് ആയിരിക്കാം, പക്ഷെ ഹൈലി എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കാം. ഇത് കിട്ടുന്നത് ഇൻഫിനിറ്റിയിലാണ്. നിങ്ങൾക്ക് ആ ഡിഫറൻസ് മനസ്സിലായോ? ഇൻഫിനിറ്റിയിൽ നിന്ന് വരുന്നു, ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയായിരിക്കും? ഫോക്കസിലായിരിക്കും. അതേസമയം ഫോക്കസിൽ ഒബ്ജക്റ്റ് വെച്ചപ്പോഴത്തേക്കും മിറർ ഫോം ചെയ്തത്, ഇമേജ് ഫോം ചെയ്തത് ഇൻഫിനിറ്റിയിലായിരിക്കും. അപ്പോൾ അത് നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കുക. ഓക്കെ, അതേപോലെ ഒബ്ജക്റ്റ് ബിയോണ്ട് സിയിൽ വെച്ചപ്പോഴത്തേക്കും ഇമേജ് ഫോർമേഷൻ നടന്നത് സിക്കും എഫിനും ഇടയിലാണ്. സിക്കും എഫിനും ഇടയിലാണ് നമ്മൾ വെച്ചപ്പോഴത്തേക്കും ഇമേജ് ഫോം ചെയ്തത് ബിയോണ്ട് സിയിലാണ്. ഈ ഒരു റിലേഷൻ മനസ്സിലാക്കി പഠിക്കുക ഒന്ന്. പിന്നെ രണ്ടാമത്, ഇമേജ് എങ്ങനെയായിരിക്കും? ഇൻവേർട്ടഡ് ആണോ അല്ലെങ്കിൽ ഈക്വൽ സൈസ് ആണോ എന്നുള്ളത് നിങ്ങൾ പഠിക്കുക. ഇനി ഒബ്ജക്റ്റ് ബിറ്റ്വീൻ എഫ് ആൻഡ് പി, ഫോക്കസിനും പോളിനും ഇടയിലാണ് വെക്കുന്നതെങ്കിൽ ഇമേജ് എങ്ങനെയായിരിക്കും ഫോം ചെയ്യുന്നത്? സി ഇതേപോലെ തന്നെ വിർച്വൽ ആയിരിക്കും, പക്ഷേ ഈ ഇമേജ് ഇറക്റ്റ് ആയിരിക്കാം, റിയൽ ഇമേജ് അല്ല. ഓക്കെ, ഇമേജ് ഇവിടെയൊക്കെ നമുക്ക് തലകീഴായിട്ടാണ് കിട്ടിയത്, പക്ഷേ ഇവിടെയൊക്കെ വിർച്വൽ ആണ്, ഇറക്റ്റ് ആണ്. അതേപോലെ എൻലാർജ്ഡ് ഇമേജ് ബിഹൈൻഡ് ദ മിറർ, മിററിന് പുറകിലേക്കാണ്. ഫോക്കസിനും പോളിനും ഇടയിൽ വെച്ചപ്പോൾ ഈ പറയുന്ന മിററിന് പുറകിലായിട്ടാണ് ഇമേജ് ഫോം ചെയ്തത് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. സി ഇവിടെ ഈ രീതിയിലായിരിക്കും റേ ഓഫ് ലൈറ്റ്സ് റിഫ്ലക്ഷനും ഒക്കെ സംഭവിക്കുന്നത്. ഇത് കോൺകേവിലാണ് നമ്മൾ പറഞ്ഞത്. കോൺകേവിൽ മാത്രമേ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനുള്ളൂ, കാരണം ഇവിടെ മാത്രമേ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ളൂ. ഒരു ഫോക്കസ് പോയിന്റിലേക്ക് ഈ പറയുന്ന റേ ഓഫ് ലൈറ്റ്സ് കോൺസെൻട്രേറ്റ് ചെയ്യുള്ളൂ. പക്ഷേ കോൺവെക്സ് മിററിൽ ഇങ്ങനെ നടക്കുന്നില്ല. സോ ഇവിടുത്തെ ഇമേജ് ഫോർമേഷൻ എന്ന് പറയുന്നത്, സി ഒരു ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നത് ഫോക്കസിനും പോളിനും ഇടയിലാണ്. ഈ ഇമേജ് ഫോം ചെയ്യുന്നത് എങ്ങനെയാ? ഈ ഇമേജ് ഇവിടെ ഇരിക്കുന്ന ഇമേജിൽ നിന്നും ലൈറ്റ് റിഫ്ലക്ട് ചെയ്യുന്നു. ഈ പറയുന്ന കർവേച്ചറിന് അല്ലെങ്കിൽ ഈ പറയുന്ന സ്പിയർ മിററിന് പുറകിലായിട്ടായിരിക്കും എപ്പോഴും ഇമേജ് ഫോം ചെയ്യുന്നത്. കോൺവെക്സിൽ, കോൺകേവ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ടിലായിട്ട് തന്നെ കാണാൻ പറ്റും. ഓക്കെ, പക്ഷേ കോൺവെക്സിൽ എപ്പോഴും പുറകിലായിരിക്കും, മിററിന്റെ പുറകിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ ഈ പറയുന്ന ടാബുലാർ കോളത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരിക്കൽ കൂടെ കൺക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. ദാറ്റ് ഈസ് ദ നേച്ചർ, പൊസിഷൻ and size of image formed in a concave mirror and convex mirror can be summarized here. Okay, the concave mirror in the case ആണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതുപോലെയൊക്കെ തന്നെ. ഇനി കോൺവെക്സ് നിങ്ങൾ ഒരു കേസ് മാത്രം പഠിച്ചാൽ മതി. Anywhere the position of object placed in front of mirror, the position may be formed in between pole and focus. The nature of image is virtual and the size is all made similar to the object. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം, ഇത് 6 സിറ്റുവേഷൻ നിങ്ങൾ വരച്ച് പഠിക്കണം. അതേപോലെ എവിടെയൊക്കെയാണ് ഇമേജ് ഫോം ചെയ്യുന്നതെന്ന് വ്യക്തമായിട്ട് പഠിച്ചു വെച്ചേക്കണം ഈ ഒരു ചാപ്റ്ററിൽ. പിന്നെ കോൺകേവ്, കോൺവെക്സ്, ഇതിൻ്റെ യൂസസ് ഒക്കെയാണ് പഠിക്കേണ്ടത്. സോ ഇവിടെ നമ്മൾ യൂസസ് പഠിക്കാൻ പോവാണ്. മിറേഴ്സ്, അതേപോലെ കോൺകേവ് മിറേഴ്സ്, കോൺവെക്സ് മിറേഴ്സ്, ഇതൊക്കെ എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് നിങ്ങൾ ഓൾറെഡി പഠിച്ചു. സോ അത് വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ യൂസസ് നോക്കാം. സി, കോൺകേവ് മിറർ ആണെങ്കിൽ ഞാൻ ചോദിച്ചു നേരത്തെ, റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കുന്നത് ഏത് മിററാണ് എന്ന് നിങ്ങൾക്ക് അറിയാമോ? സി, അത് കോൺകേവ് മിറർ ആണോ കോൺവെക്സ് ആണോ?
കോൺകേവ് മിററിന്റെ യൂസും കോൺവെക്സിന്റെ യൂസും സഹിതം ഫോട്ടോ സഹിതമാണ് വെച്ചിരിക്കുന്നത്. സി, കോൺവെക്സിലായിരിക്കും നമ്മൾ റിയർ വ്യൂ മിറർ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഷോപ്പ് സെക്യൂരിറ്റി മിറേഴ്സിലും ട്രാഫിക് മിറേഴ്സിലും ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് കോൺവെക്സ് ആയിരിക്കും. കോൺവെക്സിന്റെ പ്രത്യേകത എന്താ? വലുതായിട്ട് കാണിക്കും അല്ലേ? ആ ചിത്രം ചെറുതാണെങ്കിലും വലുതായിട്ടായിരിക്കും നമുക്ക് മിറർ റിഫ്ലക്ഷൻ കിട്ടുന്നത്. അതാണ് നമുക്ക് ട്രാഫിക്കിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത്. ഇനി കോൺകേവ് മിറേഴ്സ് ആണെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട യൂസസ് എന്തൊക്കെയായിരിക്കും? സി, ഷേവിംഗ് മിറർ, അതേപോലെ മേക്കപ്പ് മിറർ. വളരെ സൂം ചെയ്ത് നമ്മുടെ ഫേസ് കാണാനായിട്ട് പറ്റും. ഇവിടെയല്ല, വളരെ വലുതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പം മറ്റേതിൽ എങ്ങനെയായിരിക്കും? ഇത് വെച്ച് നോക്കുമ്പോൾ കോൺകേവ് വെച്ച് നോക്കുമ്പോഴത്തേക്കും ചെറിയ മിറേഴ്സ് ആയിരിക്കും റിയർ വ്യൂ മിററിലൊക്കെ നമുക്ക് ഫോം ചെയ്യുന്നത്. പക്ഷേ കോൺകേവ് ഫേസ് അതേപോലെ എന്ത് മെറ്റീരിയൽ ആണെങ്കിലും അത് വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കോൺകേവ് ഉപയോഗിക്കുന്നത്. മേക്കപ്പ് മിറേഴ്സ് എല്ലാം കോൺകേവ് മിറേഴ്സ് ആണ്. അതേപോലെ ഡെന്റിസ്റ്റ് മിറേഴ്സ് വലുതായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, മറ്റേത് കോൺവെക്സ് ആണെങ്കിൽ ചെറുതായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്. അതനുസരിച്ച് നമുക്ക് ട്രാഫിക് റൂൾസും ആൻഡ് മറ്റു കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ടോർച്ചിൽ ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ലൈവായിട്ട് നിങ്ങളുടെ വീട്ടിലുണ്ടായിരിക്കുമല്ലോ, നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു കോൺകേവ് മിററാണ് നമ്മുടെ ടോർച്ചിൽ ഉപയോഗിക്കുന്നത്. പിന്നെ സോളാർ ഫർണസ്, അതിൻ്റെ കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. കാരണം ഇതെല്ലാം ഫോക്കസ് ചെയ്ത് ഒരൊറ്റ പോയിന്റിലേക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. നമ്മുടെ സൺലൈറ്റ് ആണെങ്കിൽ ആ റേസ് എല്ലാം ഒരൊറ്റ പോയിന്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്യാനായിട്ട് സോളാർ ഫർണസിൻ്റെ അകത്ത് പറ്റും. അതാണ് ഹീറ്റിങ് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ദെൻ മിറേഴ്സ് ആണെങ്കിലോ, മിറേഴ്സ് എന്തിനായിരിക്കും യൂസ് ചെയ്യുന്നത്? നോർമലി ലുക്കിംഗ് ഗ്ലാസസ്, നമ്മൾ നോർമലി കണ്ണാടി നോക്കുന്ന ഈ മിററൊക്കെ നോർമൽ മിററാണ്. ഓക്കെ, പിന്നെ പ്ലെയിൻ മിററാണ്. പിന്നെ കൺസ്ട്രക്ഷൻ ഓഫ് കാലിഡോസ്കോപ്പ് ആൻഡ് ടെലിസ്കോപ്പ്. കാലിഡോസ്കോപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കാലിഡോസ്കോപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഒരു ട്രയാങ്കിൾ ഷേപ്പിലിരിക്കുന്ന ഒരു ചെറിയൊരു സാധനമാണ്. അത് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് കുറേ കളേഴ്സൊക്കെ ഉള്ളതായിട്ട് കാണാം. റെയിൻബോ കളേഴ്സൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റും കാലിഡോസ്കോപ്പ്. അതേപോലെ ടെലിസ്കോപ്പ്, ദെൻ കോർണേഴ്സൊക്കെ നമുക്ക് കാണാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്ലെയിൻ മിറേഴ്സ് ആണ്. അതേപോലെ ഡിഫ്ലക്ടർ ലൈറ്റായിട്ട് ഉപയോഗിക്കുന്നത്. ഇനി കോൺകേവ് മൈനർ ഈസ് യൂസ്ഡ് ഫോർ സെർച്ച് ലൈറ്റ്, ഹെഡ് ലൈറ്റ് ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതും കോൺകേവ് ആണ്. ഓർക്കുക, ടോർച്ചായിട്ട് തന്നെ ഹെഡ് ലൈറ്റ് ഉപയോഗിക്കാറുണ്ടല്ലോ നമ്മൾ. ടെലിസ്കോപ്പിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്നത്. ദെൻ കോൺവെക്സ് ആണെങ്കിൽ എഗെയിൻ ഏതൊക്കെയാ? റിയർ വ്യൂ മിറർ ആയിട്ട് ഉപയോഗിക്കാറുണ്ട് ബസ്സിലും സ്കൂട്ടറിലും, അതുപോലെ സേഫ്റ്റി വ്യൂസിലും. കാരണം ഡേഞ്ചറസ് സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഒക്കെ നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് കോൺവെക്സ് മിററാണ്. ഓക്കെ ആണോ? ഇത് ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. നിങ്ങൾക്ക് ആവശ്യം വരും, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കുന്ന ഒരു പോർഷനും കൂടെയാണ് യൂസസ് ഓഫ് മിറേഴ്സ്. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് സൈൻ കൺവെൻഷൻ ഫോർമുല ആൻഡ് മിറർ, സൈൻ കൺവെൻഷൻ ആൻഡ് മിറർ ഫോർമുല പഠിക്കാം. ഇതേപോലെ തന്നെ നമുക്കിനി ലെൻസും പഠിക്കാനുണ്ട് കേട്ടോ. നിങ്ങൾ ഈ മിററിൽ ഇമേജ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അതേപോലെ തന്നെ ലെൻസിലും എങ്ങനെയാണെന്ന് പഠിക്കാനുണ്ട്, മറന്നു പോകരുത്. ഓക്കെ, സോ ഇവിടെ സൈൻ കൺവെൻഷൻ ഫോർമുല, ഇവിടെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് ഒക്കെ ഉണ്ട്. ആക്ച്വലി ടു മെഷർ ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ വിത്ത് റെസ്പെക്ട് ദ കർവ്ഡ് മിറർ ഫോളോയിങ് ദ കൺവെൻഷൻ ഈസ് യൂസ്ഡ്. ആക്ച്വലി മിറർ ഫോർമുല എന്ന് പറയുന്നത് നമ്മൾ ഈ ഇമേജും മിററും ഒബ്ജക്റ്റും ഒക്കെ വെച്ചിട്ടുള്ള ഏത് ഡിസ്റ്റൻസിൽ ഫോം ചെയ്യുന്നു, എത്ര ഡിസ്റ്റൻസ് ഉണ്ട് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുകയാണ് ഈ പറയുന്ന ഫോർമുല. ഫൈനലി ഫോർമുല കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ്. ഒബ്ജക്റ്റ് എവിടെയാണ്, ഫോക്കസ് എവിടെയാണ്, ഇമേജ് ഫോർമേഷൻ എവിടെയാണ് എന്നുള്ളതൊക്കെ കണ്ടുപിടിക്കുകയാണ്. സോ ഇവിടെ ഈ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനായിട്ട് ദ ഡിസ്റ്റൻസ് മെഷേർഡ് വിത്ത് റെസ്പെക്ട് ടു കർവ്ഡ് മിറർ, അത് നമ്മൾ ചില കൺവെൻഷൻസ് യൂസ് ചെയ്യാറുണ്ട്. സോ അത് ഒന്ന്, ഓൾ ഡിസ്റ്റൻസ് ആർ മെഷേർഡ് ഫ്രം ദ പോൾ ഓഫ് മിറർ. ഒരു മിററിന്റെ സെൻട്രൽ പോയിന്റ് ആണ് പോൾ എന്ന് നമ്മൾ പഠിച്ചു. ആ പോളിൽ നിന്നുമാണ് എല്ലാ ഡിസ്റ്റൻസും നമ്മൾ മെഷർ ചെയ്യുന്നത്. ഒന്ന്. രണ്ടാമത്തെ കേസ്, ദ ഡിസ്റ്റൻസ് മെഷേർഡ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഇൻസിഡന്റ് ലൈറ്റ് ആർ ടേക്കൺ ആസ് പോസിറ്റീവ്. വന്ന് പതിക്കുന്ന ലൈൻ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് എടുക്കുന്നത്. അതിന്റെ ആ ഡയറക്ഷനെ, ആ ഇൻസിഡന്റ് റേയുടെ ഡയറക്ഷനെ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ്, ആ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് പോസിറ്റീവ് ആയിട്ടാണ്. ആൻഡ് തേർഡ് വൺ, ദ ഡിസ്റ്റൻസ് മെഷേർഡ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. The distances measured in opposite direction of incident light are taken as negative. The distance measured in opposite direction incident light is taken as negative.
ഈ ഇൻസിഡന്റ് റേ that's measured in the direction of incident ray, its incident light is taken as positive and distance measured in opposite direction ആണെങ്കിൽ നമുക്ക് ഇൻസിഡന്റ് റേ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ അതിന്റെ ഡിസ്റ്റൻസ് എടുക്കുന്നത് നെഗറ്റീവ് ആയിട്ടായിരിക്കും. ആൻഡ് ദ ഡിസ്റ്റൻസ് അബോവ് പ്രിൻസിപ്പൽ ആക്സിസ് ആർ ടേക്കൺ പോസിറ്റീവ്. നോക്കണേ, ദ ഡിസ്റ്റൻസ് എബോവ് പ്രിൻസിപ്പൽ ആക്സിസ്, പോളിൽ നിന്നും കർവേച്ചറിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് പ്രിൻസിപ്പൽ ആക്സിസ്. സോറി, ഇറ്റ്സ് ആൻ ഇമാജിനറി ലൈൻ. ആ ഇമാജിനറി ലൈൻ എബോവ് ആണ്. ഇമാജിനറി ലൈനിൻ്റെ ഡിസ്റ്റൻസിന് എബോവ് ആണെങ്കിൽ പോസിറ്റീവും ബിലോ ആണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് ആണ് നമ്മൾ എടുക്കുന്നത്. സോ ഇവിടെ ഇമേജ് ഫോർമേഷൻ ഒരു കോൺകേവ് മിററിൽ എങ്ങനെയായിരിക്കും അതാണ് നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. കോൺകേവ് മിറർ ആണ്. ഓക്കെ, വെൻ ആൻ ഒബ്ജക്ട് ഈസ് പ്ലേസ്ഡ് ഇൻ ദ 2f at the center of curvature ആണ് എങ്കിൽ ദ ഇമേജ് ഫോംഡ് അറ്റ് 2f. 2f-നാണ് ഒബ്ജക്ട് ഫോം ചെയ്യുന്നത്. 2f തന്നെയായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. ഇഫ് ദ focal length of concave mirror that is u distance object and v is a distance of image, then u is equal to minus 2f. ഇവിടെ ഇൻസിഡന്റ് റേയും പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ട് എടുക്കാമെന്ന് പറഞ്ഞു. സോ ഇവിടെ നെഗറ്റീവ് ആണ്. സോ 2f and v is equal to again minus 2f and f is equal to 1 by f, that is equal to 1 by 2 minus 2f plus 1 by minus 2f. അങ്ങനെയാണെങ്കിൽ, അല്ലെങ്കിൽ ശരിക്കും ഫോർമുല എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇത്രയും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ആ കോംപ്ലക്സ് ആയിട്ടുള്ള സിറ്റുവേഷൻസിലേക്ക് ഒന്നും പോകണ്ട. ആക്ച്വലി മിറർ ഫോർമുല എന്ന് പറയുന്നത് ഫോക്കസ് അല്ലെങ്കിൽ 1 by f that is equal to 1 by v plus 1 by u. ഇവിടെ v എന്ന് പറയുന്നതും u എന്ന് പറയുന്നതും എന്താണെന്ന് നോക്കിക്കേ. സി, u എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് v is the distance of image. ഈ ഡിസ്റ്റൻസ് നെഗറ്റീവും പോസിറ്റീവ് ആവുന്ന സിറ്റുവേഷൻസ് നമ്മളിവിടെ ആ കൺവെൻഷൻ എങ്ങനെയാണെന്ന് നമ്മൾ ഇവിടെ പറഞ്ഞു. സോ ഈ പറയുന്ന ഫോർമുല വെച്ച്, ഈ ഫോർമുലയ്ക്കകത്ത് നമ്മൾ മെഷർ ചെയ്ത ഡിസ്റ്റൻസ് ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആയിരിക്കും ആ ഇമേജ് എങ്ങനെയായിരിക്കും എന്നുള്ളത് കിട്ടുന്നത്. ഓക്കെ, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നമുക്കറിയാൻ പറ്റും. ഇൻവേർട്ടഡ് ആണോ, ഇറക്റ്റഡ് ആണോ, വിർച്വൽ ആണോ, റിയൽ ആണോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. സോ ദ ഫോർമുല ഈസ് കോൾഡ് മിറർ ഫോർമുല. ഇറ്റ് ക്യാൻ ബി വെരിഫൈഡ് കോൺവെക്സ് മിറർ. ഓക്കെ, ഇത് കോൺവെക്സ് മിറർ ആണ്, ഇത് കോൺകേവ് മിറർ ആണ് എന്ന് ഓർത്ത് വയ്ക്കുക. The formula, use of this formula justify the image formation given image diagram. ആ ഇമേജ് ഡയഗ്രാം വെച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം ഈ ഇമേജ് ഫോർമേഷൻ എങ്ങനെയായിരിക്കും. ഇത് കോൺവെക്സിന്റെ 1 by f is equal to 1 by v plus 1 by u. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 1 by f is equal to 1 by minus 2f plus 1 by minus 2f. ഇത് തന്നെയാണ് u എന്നും v എന്നും പറഞ്ഞ് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. ഓക്കെ, ആൻഡ് മാഗ്നിഫിക്കേഷൻ. സി, ജസ്റ്റ് മിറർ ഫോർമുല മാത്രം നിങ്ങൾ ഓർത്തിരുന്നാൽ മതി. ഇതിൻ്റെ ഡെറിവേഷനോ കാര്യങ്ങളോ ഒന്നും ഓർത്തിരിക്കേണ്ട. ഈ മിറർ ഫോർമുല മാത്രം കോൺവെക്സിനും കോൺകേവിനും. ഇനി മാഗ്നിഫിക്കേഷൻ ഇൻ സ്പെറിക്കൽ മിറർ. ആക്ച്വലി മാഗ്നിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ സൈസിനെയാണ് പറയുന്നത്. സോ ഈ സൈസ് നമ്മൾ ഒരു ഇക്വേഷൻ കൊടുക്കുമ്പോൾ, ഒരു ഇക്വേഷൻ വെച്ചിട്ട് നമുക്കിതെപ്പോഴും ഇതേപോലെ എക്സ്പെരിമെൻ്റ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റൂല. അപ്പോൾ നമ്മൾ ഇതേപോലെ ആ ഒരു ഒബ്ജക്റ്റിൻ്റെ സൈസ്, ഇമേജ് എങ്ങനെയാണ് എന്നുള്ളതൊക്കെ വളരെ എളുപ്പത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ഫോർമുലാസ് യൂസ് ചെയ്യുന്നത്. സോ ലീനിയർ മാഗ്നിഫിക്കേഷൻ, ഒരു ഒബ്ജക്റ്റിൻ്റെ മാഗ്നിഫിക്കേഷൻ നോക്കാൻ സൈസ് ഓഫ് ഇമേജ് ഡിവൈഡഡ് ബൈ സൈസ് ഓഫ് ഒബ്ജക്റ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതിൻ്റെ മാഗ്നിഫിക്കേഷൻ. ഓക്കെ, ഈ സൈസ് ഓഫ് ഇമേജ് എന്ന് പറയുന്നതും v by u എന്നാണ്. സൈസ് ഓഫ് ഇമേജ് ബൈ സൈസ് ഓഫ് ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുന്നത്. ഈ v എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിസ്റ്റൻസ് ഫ്രം മിറർ. അത് ഇമേജ് ഡിസ്റ്റൻസ് ഫ്രം മിറർ ആൻഡ് u ഇസ് ദ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് ഫ്രം മിറർ. ഇത്രയും നിങ്ങൾ നോക്കിയാൽ മതി. ഇനി അടുത്തൊരു പോയിന്റ്, റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്. ആക്ച്വലി ഈ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ് നിങ്ങൾക്ക് കുറച്ച് സുപരിചിതമായിരിക്കും. നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്തിട്ട് അതിലേക്കൊരു പെൻസിലോ പെന്നോ എന്തെങ്കിലും ഇട്ട് നോക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ചെറിയൊരു ഡിഫറൻസ്. അതായത് ആ പെൻസിലിനോ പെന്നിനോ ചെറിയൊരു വളവായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഓക്കെ, ആക്ച്വലി അതാണ് ഈ പറയുന്ന റിഫ്രാക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപവർത്തനം എന്ന് പറയും. റിഫ്രാക്ഷൻ ആ ഒരു റേ ഓഫ് ലൈറ്റിൻ്റെ പാത്തിലുണ്ടാകുന്ന ഒരു ഡിഫറൻസിനെയാണ്. ഓക്കെ, ആ ഡിഫറൻസിനെയാണ്, അത് സ്ട്രേറ്റ് ലൈനല്ല, ആ പാത്ത് ഒന്ന് ബെൻഡി. ഓക്കെ, ലൈറ്റിൻ്റെ
ലൈറ്റിൻ്റെ പാത്ത് ഒന്ന് ബെൻഡ് ചെയ്യുന്നതിനെയാണ് അപവർത്തനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എപ്പോഴും ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക്, മീഡിയം ഇൻ ദ സെൻസ് സറൗണ്ടിങ്സ് ആണ്. ഇപ്പം എയർ ഒരു മീഡിയമാണ്, വാട്ടർ ഒരു മീഡിയമാണ്. അപ്പോൾ എയറിൽ നിന്നും വാട്ടറിലേക്ക് ലൈറ്റ് റേസ് പാസ് ചെയ്യുമ്പോൾ അതിൻ്റെ റേസിൻ്റെ ആ ഒരു ഡയറക്ഷന് ചെറിയൊരു ബെൻഡ് ഉണ്ടായിരിക്കും. ആ ബെൻഡാണ് അപവർത്തനം എന്ന് പറഞ്ഞിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു മീഡിയത്തിൽ നിന്നും അടുത്ത മീഡിയത്തിലേക്ക് മാറുമ്പോൾ ഉള്ള ഒരു ചെറിയൊരു ഡിഫറൻസ്. ഓക്കെ, സോ വെൻ ലൈറ്റ് പാസസ് ഫ്രം ഡെൻസർ മീഡിയം ടു റെയർ മീഡിയം ബെൻസ് അവേ ഫ്രം ദ നോർമൽ. നോർമലി ഇൻസിഡന്റ് ചെയ്യുന്നതിൽ നിന്നും കുറച്ചൊന്ന് മാറി. ഇതാണ് നോർമലി ലൈറ്റിന്റെ റിഫ്രാക്ഷൻ. ഒരു മീഡിയത്തിൽ നോർമലി ഇങ്ങനെയായിരിക്കാം, പക്ഷേ ഇതാണ് നോർമൽ ലൈൻ. പക്ഷേ ഇവിടെ നോർമൽ ലൈൻ ഇതാണ്. ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും ആംഗിൾ ഓഫ് ഇൻസിഡൻസും എന്താ ഇവിടെ കാണിക്കുന്നു. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇതിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് വന്നപ്പോൾ നോർമൽ ലൈൻ ഇതായിരുന്നു, പക്ഷേ ഇതിൽ നിന്നും കുറച്ച് മാറിയാണ് ഇവിടെ റിഫ്രാക്ഷൻ സംഭവിച്ചത്. സോ ദിസ് ഇസ് കോൾഡ്. സോ ഇവിടെയും അതേപോലെ തന്നെ ഈ ഒരു മീഡിയത്തിൽ നിന്നും നെക്സ്റ്റ് മീഡിയത്തിലേക്ക് വന്നപ്പോൾ ഈ ലൈറ്റ് റേ ഒന്ന് ബെൻഡ് ചെയ്തു, അതിൻ്റെ പൊസിഷനിൽ നിന്നും അതിൻ്റെ ഡയറക്ഷനിൽ നിന്നും ഒന്ന് ബെൻഡ് ചെയ്തു. സി, ഇതാണ് ഈ ബെൻഡിങ് കാണിക്കുന്നത്. This is a medium and this is another medium. The light ray pass from one medium to another medium. It can divert it or it can be reflected from. There is a slight change in their path or there is a bending in the path away from the normal line. That is called refraction of light. Okay, ഞാൻ വളരെ സിമ്പിൾ ഒരു എക്സ്പെരിമെൻ്റ് ആണ് പറഞ്ഞത്. When you take a glass of water and put a pen or pencil into it, you can see the refraction, the process. Okay, and ഇവിടെ ഞാൻ പറഞ്ഞു റെയർ മീഡിയം ആൻഡ് ഹാർഡ് മീഡിയം, അല്ലെങ്കിൽ ഓക്കെ ഇവിടെ നമ്മൾ പറഞ്ഞു ഡെൻസർ മീഡിയം അല്ലെങ്കിൽ റെയർ മീഡിയം. ഡെൻസർ മീഡിയം, റെയർ മീഡിയം ഇൻ ദ സെൻസ് വാട്ടർ, എയർ, ഇതിൻ്റെയൊക്കെ വ്യത്യാസം. അതായത് ലൈറ്റ് ഓരോ മീഡിയത്തിലും ഓരോ രീതിയിലായിരിക്കും പാസ് ചെയ്യുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് എയറിൽ ലൈറ്റ് മൂവ് ചെയ്യുന്ന സ്പീഡ് ആയിരിക്കണമെന്നില്ല വാട്ടറിൽ. അത് വെച്ചിട്ടാണ് ഈ പറയുന്ന റെയർ മീഡിയം എന്നും അതേപോലെ ഹാർഡ് മീഡിയം എന്നും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഇവിടെ മറ്റൊരു പോയിന്റ് ആണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം. സി, വെൻ ദ ലൈറ്റ് ട്രാവൽ ഫ്രം വൺ മീഡിയം ടു അതർ ദ സ്പീഡ് ഇറ്റ് ചേഞ്ചസ്. ഞാനിപ്പോൾ പറഞ്ഞു ലൈറ്റ് എയറിലുള്ള പോലെ ആയിരിക്കണം എന്നില്ല വാട്ടറിൽ. ആൻഡ് ദ റേ ഓഫ് ലൈറ്റ് ഫ്രം റെയർ മീഡിയം ടു ഡെൻസർ മീഡിയം. ഡെൻസർ മീഡിയം അത്രയും കട്ടിയുള്ള ഹാർഡാണ്. സോ ലൈറ്റ് അത്ര വളരെ പെട്ടെന്നൊന്നും മൂവ് ചെയ്യുന്നില്ല, സ്പീഡില്ല. It slows down and it bends and towards the normal. And the other hand, again here the hand ray of light going from denser medium to rare medium, the speed up and again it bend from away from normal. Okay, see, ഇവിടെ നിങ്ങൾ നോക്കിക്കേ, രണ്ടിടത്തും ഒരു ബെൻഡിങ് നമുക്ക് കാണാൻ പറ്റും. നോർമൽ മീഡിയത്തിൽ നിന്നും നോർമൽ ലൈനിൽ നിന്നും റേ ഓഫ് ലൈറ്റിൻ്റെ പാത്തിൽ. സോ ഇത് രണ്ടും ഓരോ മീഡിയത്തിലും സ്പീഡ് അനുസരിച്ചായിരിക്കും ഈ പറയുന്ന ലൈറ്റ് മൂവ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കുക. ആൻഡ് ഇറ്റ് ഷോസ് ദാറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഡിഫറെന്റ് മീഡിയം. ഓക്കെ, അക്കോർഡിംഗ് ടു ദ മീഡിയം ദ സ്പീഡ് ഓഫ് ലൈറ്റ് അഗെയിൻ വേരീസ് ആൻഡ് ഡിഫറെന്റ് മീഡിയം ഹാവ് ഡിഫറെന്റ് എബിലിറ്റീസ് ടു ബെൻഡ് ഓർ റിഫ്രാക്ട് ലൈറ്റ്. The bending ability of medium is known as the index of refraction or refractive index. It is defined as the ratio and speed of light in the vacuum that material medium. അതായത് വാക്വത്തിൽ ലൈറ്റിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. നോർമലി ലൈറ്റിൻ്റെ സ്പീഡും സൗണ്ടിൻ്റെ സ്പീഡും നിങ്ങൾക്ക് മനസ്സിലാവും. ലൈറ്റിൻ്റെ സ്പീഡാണ് ഏറ്റവും കൂടുതലുള്ളത്. സി, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്ന് പറയുന്ന കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രയാണ്. ഒരു മീഡിയത്തിൽ നിന്നും മറ്റൊരു മീഡിയത്തിലേക്ക് വരുമ്പോൾ ലൈറ്റിൻ്റെ സ്പീഡ് ഡിഫറെൻ്റ് ആയിരിക്കും. ആ സ്പീഡ് അനുസരിച്ചായിരിക്കും അത് മൂവ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ആ ലൈറ്റിൻ്റെ പാത്തിന് ഒരു ബെൻഡ് ഉണ്ടായിരിക്കും കമ്പയർഡ് ടു നോർമൽ ലൈൻ. സോ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് മീഡിയം, ദാറ്റ് ഈസ് N represented as refractive index of medium and speed of light in vacuum divided by speed of light in medium. ഇതാണ് അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ജസ്റ്റ് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. റിഫ്രാക്ഷൻ എന്താണെന്ന് ഡിഫൈൻ ചെയ്യാൻ അറിഞ്ഞിരിക്കുക. അത് ഇതുപോലെ ഒന്ന് വരയ്ക്കാനും പഠിച്ചു വയ്ക്കുക. ഓക്കെ, ദെൻ മൂവിങ് ടു ലോസ് ഓഫ് റിഫ്രാക്ഷൻ. റിഫ്രാക്ഷന് ചില ലോസ് ഉണ്ട്, നോക്കാം. ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോ ഓഫ് റിഫ്രാക്ഷൻ, അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. സെക്കൻഡ് ലോ ഓൾസോ നോൺ ആസ് സ്നെൽസ് ലോ. സി, ഫസ്റ്റ് ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ ദ ഇൻസിഡന്റ് റേ, വന്ന് പതിക്കുന്ന രശ്മിയും അതേപോലെ ദ റിഫ്രാക്റ്റഡ് റേ,
തിരിച്ചു പതിക്കുന്നത്, അതായത് വന്ന ശേഷം തിരിച്ച് റിഫ്ലക്ട് ചെയ്യുന്ന റേസും, ആൻഡ് ദ നോർമൽ അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡന്റ് ആൻഡ് ലൈ ഇൻ ദ സെയിം പ്ലെയിൻ. പറയുന്ന വന്നു പതിക്കുന്നതും തിരിച്ചു പോകുന്നതുമായിട്ടുള്ള ലൈനും നോർമലും അറ്റ് ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ്, ആ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് എന്ന് പറയുന്നത് സെയിം പ്ലെയിനിൽ തന്നെയായിരിക്കും, വേറെ പ്ലെയിനിലേക്ക് പോവില്ല, സെയിം പ്ലെയിനിൽ തന്നെയായിരിക്കും ഇൻസിഡന്റ് റേയും റിഫ്ലക്റ്റഡ് റേയും ഉണ്ടായിരിക്കുന്നത്, അതേപോലെ നോർമലും. ഇനി സെക്കൻഡ് ലോ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത് ഹൗ മച്ച് ദ റേ light refracted depends upon the medium, the ratio of sine of angle of incidence and to the sine of angle of refraction. It is constant, that is equal to refractive index of medium. ഇത് മീഡിയത്തിനെ ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. ഓക്കെ, ഒരു മീഡിയത്തിൽ എത്രത്തോളം ലൈറ്റ് വന്ന് റിഫ്രാക്ട് ചെയ്യുന്നത് ആ മീഡിയത്തിൻ്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനെയും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനെയും ബേസ് ചെയ്താണ് ഇരിക്കുന്നത്. അതായത് ഒരു മീഡിയത്തിനെ ബേസ് ചെയ്തായിരിക്കും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും ഇരിക്കുന്നത്. അതിപ്പോൾ വാട്ടറിലാണെങ്കിൽ ഡിഫറെൻ്റ് ആയിരിക്കും, എയറിലാണെങ്കിൽ ഡിഫറെൻ്റ് ആണ്, വാക്യൂത്തിലാണെങ്കിൽ ഡിഫറെൻ്റ് ആണ്. ഓക്കെ, സോ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ഈസ് ബേസ്ഡ് ഓൺ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഈസ് ബേസ്ഡ് ഓൺ ദ മീഡിയം. ഓക്കെ, സോ ദിസ് ഈസ് ഓൾസോ നോൺ ആസ് സ്നെൽസ് ലോ. കാരണമൊന്നുമില്ല. ഓക്കെ, സ്നെൽസ് ലോ. സോ ദ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അഗെയിൻ ദ സൈൻ ഓഫ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഡിവൈഡഡ് ബൈ സൈൻ ഓഫ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. ഇത് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് n = sin i by sin r എന്ന് പറഞ്ഞിട്ടും റെപ്രസെന്റ് ചെയ്യാം. ഇനി ഏതെങ്കിലും തരത്തിൽ ലൈറ്റിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഈ റിഫ്രാക്ഷന് എന്തെങ്കിലും വ്യത്യാസമുണ്ട്. ദ കളർ ഓഫ് ലൈറ്റ് ചേഞ്ച് ഡ്യൂറിങ് റിഫ്രാക്ഷൻ. ആക്ച്വലി ഇവിടെ പഠിക്കാനുള്ള ഒരു പോയിന്റ്, നമ്മൾ വേവ് ലെങ്ത് പഠിച്ചിട്ടുണ്ട്, വേവ് ലെങ്ത് ഫ്രീക്വൻസി. സോ ഈ വേവ് ലെങ്തും ഫ്രീക്വൻസിയും ഓരോ ലൈറ്റിന് ഓരോന്നാണ്. ഇപ്പോൾ യെല്ലോ ലൈറ്റ്, ഗ്രീൻ ലൈറ്റ്, വൈറ്റ്, ഓറഞ്ച് ലൈറ്റ്, ഇതിനൊക്കെ ഡിഫറെൻറ്റ് വേവ് ലെങ്ത് ആണ്. നിങ്ങൾ വൈകുന്നേര സമയങ്ങളിൽ ആകാശം ഓറഞ്ച്, യെല്ലോ നിറത്തിൽ കാണുന്നുണ്ട്, അതേപോലെ റെഡ് കളറിലൊക്കെ കാണുന്നുണ്ട്. ആക്ച്വലി ഇത് കാണുന്നത് വളരെ വേവ് ലെങ്ത് ഉള്ള ലൈറ്റാണ് ഈ റെഡും ഓറഞ്ചും യെല്ലോയും ഒക്കെ. ഓക്കെ, അതേസമയം ബ്ലൂ ലൈറ്റ് ഒന്നും അത്രയും വേവ് ലെങ്ത് കാണുന്നില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് സ്കാറ്റേഡ് ആയി പോകുന്ന ലൈറ്റ്സ് ആണ്. സോ ഈ വേവ് ലെങ്ത്തും റിഫ്രാക്ഷൻ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് ആൻഡ് ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ഈസ് റിലേറ്റഡ് ടു ദ വെലോസിറ്റി, ആൻഡ് ദ ഫ്രീക്വൻസി ആൻഡ് വെലോസിറ്റി ഓരോ ലൈറ്റിനും ഡിഫറെൻ്റ് ആയിരിക്കും. അതും കൂടെ ഒന്ന് മനസ്സിലാക്കി വയ്ക്കും. അപ്പം നമ്മുടെ വിബ്ജിയോറിൻ്റെ അകത്ത് വയലറ്റ്, ഇൻഡിഗോയൊക്കെ വേവ് ലെങ്ത് കുറവാണ്, പക്ഷേ അവസാനത്തേക്ക് വരുമ്പം റെഡും ഓറഞ്ചും ഒക്കെ ആണെങ്കിൽ വേവ് ലെങ്ത് കൂടുതലായിരിക്കും. അത്രയും ഓർത്ത് വയ്ക്കുക. ഓക്കെ, ആൻഡ് ഫസ്റ്റ് ലോ ആൻഡ് സെക്കൻഡ് ലോയോ റിഫ്രാക്ഷൻ. ഫസ്റ്റ് ലോ എന്ന് പറഞ്ഞാൽ ഇൻസിഡൻറ്റും ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്ലക്ഷനും നോർമലും സെയിം പ്ലെയിനിൽ തന്നെ ആയിരിക്കും. സെക്കൻഡ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്പർ ഓഫ് റേസ് ആൻഡ് നമ്പർ ഓഫ് റിഫ്ലക്ഷൻ, ദാറ്റ് ഈസ് ഓൺലി ബേസ്ഡ് ഓൺ ദ മീഡിയം. കാരണം മീഡിയം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഈ പറയുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ് റേസും റിഫ്ലക്ഷനും ഡിഫറെൻ്റ് ആയിരിക്കും. ഇനി റിഫ്ലക്ഷൻ ത്രൂ സ്പെറിക്കൽ സർഫേസ്. നമ്മൾ മിറർ പഠിച്ചു അല്ലേ? മിറർ പഠിച്ച ശേഷം ഇനി സ്പെറിക്കൽ സർഫേസിൽ എങ്ങനെയായിരിക്കും ഈ പറയുന്ന റിഫ്രാക്ഷൻ നോക്കാം. സി, ഇവിടെ നമുക്ക് ലെൻസ് എന്ന് പറയുന്ന പോർഷനാണ് നോക്കുന്നുള്ളത്. അതായത് രണ്ട് ടൈപ്പ് ലെൻസ് ഉണ്ട്. ഒരു സ്പിയറിനെ നമ്മൾ കട്ട് ചെയ്തപ്പം മിറർ കിട്ടി, കോൺകേവും കോൺവെക്സും. അതേപോലെ ഇവിടെ നമുക്ക് കിട്ടാൻ പോകുന്നത് കോൺകേവ്, കോൺവെക്സ് എന്ന് പറയുന്ന ലെൻസസ് ആണ്. സി, കോൺവെക്സ് നിങ്ങൾ ഇത് ഉപയോഗിക്കുന്ന യൂസസ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമല്ലോ കോൺവെക്സും കോൺകേവും തമ്മിലുള്ള ഡിഫറൻസ്. മിററും അതേപോലെ ലെൻസും തമ്മിലുള്ള ആ ബൾജിങ്ങിൻ്റെ ഒക്കെ വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. സോ ഇവിടെ ദിസ് ഈസ് എ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെൻസസ്. സോ ദിസ് ഈസ് ബൾജിങ് ഔട്ട്വേർഡ്, സോ ദിസ് ഈസ് കോൺവെക്സ്. ഓക്കെ, ആൻഡ് ഇതിനെ നമുക്ക് കോൺകേവ്, കാരണം അകത്തേക്ക് കുഴിഞ്ഞാണ് ഇരിക്കുന്നത്, കോൺകേവ് എന്ന് പറയും. ഇത് കട്ട് ചെയ്യുന്ന രീതി അനുസരിച്ച് നമ്മൾ കോൺവെക്സും കോൺകേവും ഒക്കെ ആയിട്ട് മാറ്റുന്നതാണ് കേട്ടോ. ഇനി ഇതേപോലെ കാണുന്നത് പ്ലാനോ കോൺവെക്സ് എന്ന് പറയും. ദെൻ പ്ലാനോ കോൺകേവ് ആൻഡ് കോൺവെക്സോ കോൺകേവ്, കോൺകേവോ കോൺവെക്സ്, ഈ തരത്തിലൊക്കെയാണ് ലെൻസ് പോകുന്നത്. ഇതിനൊക്കെ ഓരോ പർപ്പസ് ഉണ്ട്. നമുക്ക് ആകെ കൂടെ പഠിക്കേണ്ടത് ഈ കോൺവെക്സും കോൺകേവും മാത്രമേ ഉള്ളൂ, ഈ രണ്ടെണ്ണം. ഇതും ഇതിൻ്റെ യൂസസും. ഇതിൻ്റെ അകത്തും ഇമേജ് ഫോർമേഷൻ നമ്മൾ പഠിക്കണം, മിററിലും ലെൻസിലും. ഓക്കെ, നോക്കാം. കോൺവെക്സ് ലെൻസ്. സി, കോൺവെക്സ് ലെൻസ് രണ്ട് സർഫസാണ് കോൺവെക്സ് ലെൻസിനുള്ളത്. ഒരു ഔട്ടർ രണ്ട്
കോൺവെക്സ് സർഫസ്. ഓക്കെ, ബൾജിങ് ഔട്ട്വേർഡ് ആൻഡ് ഇറ്റ് മേക്സ് എ പാരലൽ റേ. ഇതേപോലെ പാരലൽ റേസ് വന്നു കഴിഞ്ഞാൽ ഇതൊരു ഫോക്കസ് പോയിന്റിലേക്ക്, ഇതേപോലെ പാരലൽ റേസ് ആണ് വരുന്നതെങ്കിൽ ഇതൊരു പർട്ടിക്കുലർ പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യും. ഇതെല്ലാവരും കൂടെ ചേരും, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു പോയിന്റിലാകും. ഇതാണ് കോൺവെക്സ് ലെൻസ്, കോൺവെക്സ്. ഇനി കോൺകേവിലേക്ക് പോവുകയാണെങ്കിൽ ഇതേപോലെ രണ്ട് സൈഡും കോൺകേവ് ആയിരിക്കും. മീൻസ് കേവ്ഡ് സർഫസ്, കേർവ്ഡ് സർഫസ് അകത്തേക്കായിരിക്കും കുഴിഞ്ഞിരിക്കുന്നത്. അതേപോലെ പാരലൽ ലൈൻസ് വരികയാണ്. ഇതേപോലെ പാരലൽ ലൈൻസ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും ഇതിവിടെ കൺവേർജ് ചെയ്യത്തില്ല, ഇത് റിഫ്ലക്റ്റ് ചെയ്ത് പോകത്തേ ഉള്ളൂ. ഓക്കെ, സോ ഇതിനെ നമുക്ക് ഡൈവേർജിങ് ലെൻസ് എന്ന് പറയാം. കാരണം എന്താ, ഈ രീതിയിൽ ഒരു പോയിന്റ് ഇവിടെ ഉണ്ടാകത്തില്ല. ഇത് ഇമാജിനറി ലൈൻ മാത്രമാണ് കേട്ടോ, ഇങ്ങനെ ഉണ്ടാവില്ല. സോ ദിസ് ഇസ് കോൾഡ് ഡൈവേർജിങ് ലെൻസ്. ആൻഡ് ഇൻ കോൺവെക്സ് ഈസ് കൺസിഡേർഡ് ആസ് കൺവേർജിങ് ലെൻസ്. കൺവേർജ് ചെയ്യുന്ന പറഞ്ഞാൽ കൂടിച്ചേരും, ഡൈവേർജ് ചെയ്യുന്ന പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിട്ട് പോകും. ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മുടെ കോൺവെക്സ് ലെൻസ്. ഇത് നമ്മുടെ കോൺകേവ്. സോ ഇതിൻ്റെ അകത്ത് പാരലൽ ലൈൻസ് ആണ് വരുന്നത് എങ്കിൽ ഇതെല്ലാം കൂടി കൺവേർജ് ചെയ്ത് ഒരു പോയിന്റിലേക്ക് എത്തും. ഈ പോയിന്റാണ് കൺവേർജിങ് പോയിന്റ്, കൺവേർജ്. ഇത് കോൺവെക്സ് ആണ്. അതേസമയം ഇവിടെ പാരലൽ ലൈൻസ് വന്ന് ഇൻസൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇവിടെ നിന്നും റിഫ്ലക്റ്റ് ചെയ്തായിരിക്കും പോകുന്നത്. ഒരു കാരണവശാലും ഇവിടെ ഒരു പോയിന്റ് ഉണ്ടായിരിക്കില്ല. ഇത് കോൺകേവ്. ഓക്കെ, ഇതേപോലെ റിഫ്ലക്റ്റ് ചെയ്ത് പോകത്തേ ഉള്ളൂ. സോ ഇതിനെ നമുക്ക് ഡൈവേർജ് എന്ന് പറയാം, ഡൈവേർജ് ലെൻസ്. കോൺവെക്സ് ആണെങ്കിൽ കൺവേർജ് ലെൻസ്. ഓക്കെ ആണോ? സോ അടുത്തതിലേക്ക് പോവാം. ദെൻ ഇമേജ് ഫോർമേഷൻ. സോ കൺവേർജിങ് ആണ് എന്നാണ് കോൺവെക്സിനെ പറ്റി പറഞ്ഞത്. അപ്പുറത്ത് നമ്മൾ പഠിച്ചത് കോൺകേവ് മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ ആണ്. കോൺകേവ് മിററിൻ്റെ ഇമേജ് ഫോർമേഷൻ, ഇവിടെ കോൺവെക്സ് ലെൻസിൻ്റെ ഇമേജ് ഫോർമേഷൻ ആണ്. സി ഇവിടെയും അവിടെ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ്. ഒബ്ജക്റ്റ് ഓരോന്നും ഇതുപോലെ മാറ്റി മാറ്റി വെക്കുന്നു, ഇമേജ് അവിടെ ഫോം ചെയ്യുന്നു എന്ന് നിങ്ങൾ പഠിക്കേണ്ടതായിട്ടുള്ളൂ. സി ഇവിടെ ഒരു റേ നമ്മൾ ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ഫോക്കസിനും ലെൻസിനും ഇടയിലായിട്ടാണ് നമ്മൾ വെക്കുന്നത്. ഫോക്കസിനും ലെൻസിനും ഇടയിലായിട്ട് നമ്മൾ ഒബ്ജക്റ്റ് വെക്കുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫോക്കസ്. ഓക്കെ, സോ ഇവിടെ ഇമേജ് ഫോം ചെയ്യുന്നത് എവിടെയായിരിക്കാം? നോർമൽ ഒബ്ജക്റ്റിനേക്കാളും ഫോക്കൽ പോയിന്റിൽ നോർമലിനേക്കാളും വലിയൊരു ഇമേജ് ആയിരിക്കും ഇവിടെ ഫോം ചെയ്ത് കിട്ടുന്നത്. അതേപോലെ ഒബ്ജക്റ്റ്, രണ്ടാമത്തെ കേസിൽ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫോക്കസിലാണ്. ഇത് ഫസ്റ്റ് ഫോക്കസ്, സെക്കൻഡ് ഫോക്കസ്. ഇവിടെ ഫസ്റ്റ് ഫോക്കസിലാണ് ഒബ്ജക്റ്റ് നമുക്ക് കാണുന്നത്. സെക്കൻഡ് ഇവിടെ ഒബ്ജക്റ്റ് എന്താ ഫസ്റ്റ് ഫോക്കസ്. ഒബ്ജക്റ്റ് ഫസ്റ്റ് ഫോക്കസിലാണെങ്കിൽ ഇവിടെ പാരലലായിട്ട് തന്നെ റിഫ്രാക്ട് ചെയ്താൽ പോയേക്കുന്നത്. ഓക്കെ, പാരലലായിട്ടാണ്. അതേപോലെ ദാറ്റ് മീറ്റ് അറ്റ് ഇൻഫിനിറ്റി പോയിന്റിലാണ്. സോ ഇമേജ് ഫോംഡ് ഇൻ ദ ഇൻഫിനിറ്റി. ഇത് ഫസ്റ്റ് ഫോക്കസിലാണ് ഇമേജ് വെച്ചതെങ്കിൽ, ഒബ്ജക്റ്റ് വെച്ചതെങ്കിൽ. ഇനി ഇവിടെ നോക്കിക്കേ, ഒബ്ജക്റ്റ് നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് ഫോക്കസിലാണ്. ഫസ്റ്റ് ഫോക്കസിലാണ് വെച്ചതെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഇമേജ് വരുന്നത്? ഇമേജ് ഫോം ചെയ്യുന്നത് 2F അപ്പുറത്തായിട്ടായിരിക്കും ഇമേജ് ഫോം ചെയ്യുന്നത്. സി ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്നു, ദെൻ റേ ഓഫ് ലൈറ്റ്സ് ഈ രീതിയിൽ റിഫ്ലക്ട് ചെയ്ത് ഇവിടെയാണ് ഒബ്ജക്റ്റ് ഫോം ചെയ്യുന്നത്. 2F അപ്പുറത്തായിരിക്കും ഫോം ചെയ്യുന്നത്. ഇനി ഈ കേസിലാണെങ്കിലോ ഇമേജ് ഇതൊരു ഡൈവേർജിങ് ലെൻസ് ആണ്. ഡൈവേർജിങ് ലെൻസ് ആകുമ്പോൾ നമുക്ക് പറയാം ഇവിടെ ഡൈവേർജ് ചെയ്ത് ആണ് പോകുന്നത്. സി ഈ രീതിയിലായിരിക്കാം. ഇതൊക്കെ ഇമാജിനറി ആയിട്ട് നമ്മൾ വരയ്ക്കുന്നതാണ് കേട്ടോ. ഇമാജിനറി ലൈനിലായിരിക്കും ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇമേജ് ഫോം ചെയ്യുന്നത്. ഇനി ഇമേജ് ഫോം ചെയ്യുന്നത് 2F എവിടെ ഒബ്ജക്റ്റ് നമ്മൾ വെച്ചിരിക്കുന്നത് 2F2-ലാണെങ്കിൽ 2F ഫോം ചെയ്യുന്നത്. ഇനി ഒബ്ജക്റ്റ് ബിയോണ്ട് 2F-ലാണെങ്കിലോ 2F ഇപ്പുറത്തായിട്ടാണ് വെച്ചിരിക്കുന്നതെങ്കിൽ ഇമേജ് ഫോം ചെയ്യുന്നത് F-നും 2F-നും ഇടയിലായിരിക്കും. സി 2F ഇപ്പുറത്താണ് വെച്ചിരിക്കുന്നത്, ഒബ്ജക്റ്റ് ഇമേജ് ഫോർമേഷൻ നടന്നത് ഇവിടെ ആയിട്ടായിരിക്കും, ഇൻവേർട്ടഡ് ഇമേജ് ആയിരിക്കും. ഇനി ഒബ്ജക്റ്റ്
ഓക്കെ, ഒബ്ജക്റ്റ് ഫോം ചെയ്തിരിക്കുന്നത് ഇമേജ് ഫോക്കസിൽ ആണ് ഫോം ചെയ്തിരിക്കുന്നത്. ഇമേജ് ഇതാ നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ ഒബ്ജക്റ്റ് എവിടെ വയ്ക്കും? ഓഫ് കോഴ്സ് ഒബ്ജക്റ്റ് പ്ലേസ്ഡ് ബിറ്റ്വീൻ ദ ഒപ്റ്റിക്കൽ സെന്റർ ആൻഡ് ഫസ്റ്റ് ഫോക്കസ്. ഇവിടെ റേസ് വരുന്നത് ഇൻഫിനിറ്റിയിൽ നിന്നാണ്, അതുകൊണ്ട് ഇമേജ് എപ്പിലായിരിക്കും ഫോം ചെയ്തത്. ജസ്റ്റ് ഞാൻ മിറർ ഇമേജ് ഫോർമേഷനിൽ പറഞ്ഞതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഈ ഓരോ ഒബ്ജക്റ്റ് മാറ്റി വെക്കുന്നതിനനുസരിച്ചായിരിക്കും ഇമേജ് ഇവിടെ ഫോം ചെയ്യുന്നത്. അത് നിങ്ങളൊന്ന് ഇതേപോലെ ഒരു ടബുലാർ കോളത്തിൽ ചെയ്തിട്ടുണ്ട്, അതൊന്ന് പഠിച്ചു വെക്കുക. പറ്റുമെങ്കിൽ ഇതിൻ്റെ പടം വരയ്ക്കാനും കൂടി അറിഞ്ഞിരിക്കുക. ഓക്കെ, അത് നിങ്ങൾക്ക് കൂടുതൽ അഡ്വാൻറ്റേജ് ആയിരിക്കും. കോൺവെക്സ് ലെൻസസിൻ്റെ 6 സിറ്റുവേഷനാണ് പഠിക്കാനുള്ളത്. അതേപോലെ കോൺകേവ് ലെൻസിൻ്റെ ഒറ്റ ഒരെണ്ണം, കാരണം അത് ഡൈവേർജിങ് ആയതുകൊണ്ട്. ഓക്കെ, ആൻഡ് സൈൻ ഓഫ് കൺവെൻഷൻ ഇത് മിറർ ഫോമുലയിൽ നമ്മൾ പഠിച്ച പോലെ തന്നെ ലെൻസ് ഫോമുലയിലുണ്ട്. ജസ്റ്റ് മനസ്സിലാക്കി വയ്ക്കുക. ഇവിടെ അവിടത്തെ പോലെ തന്നെ ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യാണ്. ഇമേജിൽ നിന്നുള്ള ഡിസ്റ്റൻസ്, റേ ഓഫ് ലൈറ്റിൻ്റെ ഡിസ്റ്റൻസ്, റേ ഓഫ് ഒബ്ജക്റ്റിൻ്റെ ഡിസ്റ്റൻസ്.